PK ശശി UDF-ലോട്ട് പോവുമോ? മുസ്ലിം ലീഗിന് ഭരിക്കുന്ന നഗരസഭയിലെ പരിപാടിയിൽ, മണ്ണാർക്കാട്ടെ പരിപാടിയിൽ PK ശശിയുടെ സാന്നിധ്യം ചർച്ചയാവുകയാണ്. CPM-ന് മറുപടിയുമായി PK ശശി അവിടെ പോയി പ്രസംഗിച്ചു. UDF-ന്റെ വേദിയിൽ കൊച്ചി പഴയ കൊച്ചിയല്ല, ബിലാല് പഴയ ബിലാല് തന്നെയാണെന്നാണ് പ്രതികരണം. സാധാരണ മനുഷ്യനായ തന്നെ ഭയപ്പെടേണ്ട കാര്യം എന്താണ്? എന്തിനാണ് ചിലർക്ക് തന്നെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നതിൽ ഇടങ്ങേണ്ടെന്നും PK ശശി ചോദിച്ചു. നമുക്ക് PK ശശി ആ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യമൊന്ന് കേൾക്കാം. കൊച്ചി പഴയ കൊച്ചിയല്ല, പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെയാണ്. കൊച്ചി പഴയ കൊച്ചിയല്ല, പക്ഷെ ബിലാല് പഴയ ബിലാല് തന്നെയാണ്. അതല്ല കാര്യം. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ബന്ധം മുറിച്ചു മാറ്റാനാകില്ല. ആ ബന്ധം ഉള്ളിടത്തോളം കാലം ഇവിടെയുള്ള ഇന്നലകളിൽ എന്ന പോലെ ഇന്നും വരാൻ പോകുന്ന നാളുകളിലും എന്റെ സജീവമായ സാന്നിധ്യം മണ്ണാർക്കാടിന്റെ സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിൽ ഉണ്ടാകും. ഒരു സംശയവുമല്ല. അതിനൊക്കെ എന്തിനെങ്ങനെ ബേജാറാണ്? എന്താ ഈ ചെറിയ ആളുകൾക്ക് അങ്ങനെ ഒരു ബേജാർ? ഞാൻ വരുന്നു എന്ന് കേൾക്കുമ്പോഴേക്ക് എന്തിനാ ഇടവെക്കുന്നത്? എന്താ ഇതിന്റെ കാര്യമുള്ളത്? ഞാനൊരു ചെറിയ മനുഷ്യനല്ലപ്പാ, ഒരു സാധാരണ മനുഷ്യനല്ലേ ഞാൻ. സാധാരണ ഈ കവിത എന്തെങ്കിലും കഴിവരിക്കുണ്ടോ? ഒന്നുമില്ല. ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനാണ് ഞാൻ. ഇങ്ങനെ ഭയപ്പെടേണ്ട കാര്യം എന്താ? PK ശശിക്ക് പുറമെ CPM കൗൺസിലർമാരും പാർട്ടി ലോക്കൽ സെക്രട്ടറിയും പരിപാടിയിൽ പങ്കെടുത്തു എന്നതാണ് ശ്രദ്ധേയം. ശശിയുടെ വെള്ളക്കുപ്പായത്തെക്കുറിച്ച് VK ശ്രീകണ്ഠൻ പറഞ്ഞതും പുതിയ അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇബ്ബാൽ അറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇബ്ബാൽ അറക്കൽ, എങ്ങോട്ടാണ് PK ശശിയുടെ പോക്കെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ചില സൂചനകളുണ്ടോ ഇന്നലത്തെ പ്രസംഗത്തിലും ആ ചടങ്ങിലും? ഇക്ബാൽ അറക്കൽ. അരുൺകുമാർ, അതായത് VK ശ്രീകണ്ഠൻ പറഞ്ഞു തുടങ്ങുന്നതിൽ വെച്ച് തന്നെ വേണം നമ്മളും പറഞ്ഞു തുടങ്ങാൻ. കാരണം സാധാരണഗതിയിൽ കടും നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് അല്ലെങ്കിൽ ഷർട്ട് ധരിച്ചെല്ലാം പരിപാടികളിൽ പങ്കെടുക്കുന്ന PK ശശി ഇന്നലെ മുസ്ലിം ലീഗ് ഭരിക്കുന്ന മണ്ണാർക്കാട്ടെ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഈ പരിപാടിയിലേക്ക് എത്തിയത് വെള്ള വസ്ത്രം ധരിച്ചാണ്, വെള്ള ഷർട്ട് ധരിച്ചാണ്. ആ കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു VK ശ്രീകണ്ഠൻ ഇന്നലെ പ്രസംഗിച്ചു തുടങ്ങിയതും. ഇത്തരത്തിൽ PK ശശി ഉൾപ്പെടെ വെള്ള ഷർട്ട് ഇട്ട് വരുന്നത് തങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രതീക്ഷ നൽകുന്നു. വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഇത്തരത്തിൽ തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷ ഉണ്ട് എന്ന് VK ശ്രീകണ്ഠൻ പറയുന്നു. അത് പിന്നാലെ N ഷംസുദ്ദീൻ MLA ഉൾപ്പെടെ PK ശശിയെ അനുകൂലിച്ചുകൊണ്ട് ചില പരാമർശങ്ങൾ നടത്തി പ്രസംഗിക്കുന്നു. അതിനെല്ലാം ശേഷമാണ് പിന്നീട് ചില ആളുകൾക്കുള്ള മറുപടിയും അതുപോലെ തന്നെ ചിലരോടുള്ള ഒരു പരിഹാസം എന്നോളം നിരവധി വിമർശനങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗവും PK ശശി ഇന്നലെ മണ്ണാർക്കാട് വെച്ച് നടത്തുന്നത്. PK ശശിയെ ഈ മണ്ണാർക്കാട് ഈ ലീഗ് ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭയുടെ ഈ ആയുർവേദ ഡിസ്പെൻസറിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുപ്പിക്കുന്നതിൽ വലിയ രീതിയിലുള്ള നീരസം അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ആ മേഖലയിലുള്ള പ്രാദേശിക നേതാക്കൾ പ്രകടിപ്പിച്ചിരുന്നു. ചില കൗൺസിലർമാർ ഉൾപ്പെടെ എന്തിനാണ് PK ശശിയെ ഇത്തരത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ചെന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉയർത്തിയായിട്ടുള്ള വിവരങ്ങളും അഭ്യൂഹങ്ങളും പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് PK ശശി ഇതിൽ ഈ പരിപാടിയിലേക്ക് എത്തി താൻ ഇത്തരത്തിൽ മണ്ണാർക്കാട്ടെ പരിപാടികളിൽ പങ്കെടുക്കുന്നതിൽ ആർക്കാണ് ഇത്ര ബേജാറ്? താൻ ചെറിയൊരു മനുഷ്യനല്ലേ, ഒരു സാധാരണക്കാരനല്ലേ, താൻ വരുന്നതിൽ ആർക്കാണ് ഇത്ര പേടി എന്ന് പറഞ്ഞുകൊണ്ടാണ് PK ശശി ഈ പ്രസംഗം തുടങ്ങുന്നത്. താൻ എന്തായാലും മണ്ണാർക്കാടുമായുള്ള ബന്ധം ആർക്കും തന്നെ മുറിച്ചു മാറ്റാൻ കഴിയില്ല. മണ്ണാർക്കാടിൻ്റെ ഈ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് താൻ ഇനിയും സജീവമായി തന്നെ ഉണ്ടാവും. എങ്ങനെയാണോ ഇന്നലകളിൽ പ്രവർത്തിച്ചത് അതിനേക്കാൾ ഊർജ്ജത്തോടെ താൻ ഇനിയുള്ള കാലവും മണ്ണാർക്കാടിന് വേണ്ടി മണ്ണാർക്കാടിൻ്റെ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കും. കൊച്ചി പഴയ കൊച്ചി ആയിരിക്കില്ല, പക്ഷേ ബിലാല് പഴയ ബിലാലാണ് എന്ന രീതിയിലുള്ള തഗ് ഡയലോഗുകൾ ഉൾപ്പെടെ അടിച്ചുകൊണ്ടായിരുന്നു PK ശശി ഇന്നലെ പലർക്കും മറുപടി നൽകുന്ന അല്ലെങ്കിൽ പലർക്കും പലരെയും പരിഹസിച്ചുകൊണ്ടുള്ള രീതിയിലുള്ള ഒരു പരാമർശം ഇന്നലെ മണ്ണാർക്കാട് വെച്ച് നടത്തിയത്. ഏതായാലും താൻ CPM-ൽ തന്നെ ഉറച്ചു നിൽക്കും, CPM-ൽ നിന്ന് ഒരിക്കലും മാറിപ്പോകില്ല എന്ന് PK ശശി പല ഭാഗത്തും പലയിടങ്ങളിലും പറഞ്ഞിരുന്നു. ഇന്നലെയും അത്തരത്തിലുള്ള പ്രതികരണം നടത്തുന്നത്. പക്ഷേ അപ്പോഴും താൻ മണ്ണാർക്കാട്ടേക്ക് എത്തുന്നതും മണ്ണാർക്കാട്ടെ പരിപാടികളിൽ പങ്കെടുക്കുന്നതും തടയാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് മറുപടിയും ഒരു പരിഹാസം എന്ന രീതിയിലാണ് PK ശശി അവരോടെല്ലാം തന്നെ എന്തിന് ഇത്ര പേടിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു ചോദ്യം ചോദിച്ച് ഇന്നലത്തെ ഈ പ്രസംഗം പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഏതായാലും PK ശശി പങ്കെടുത്ത പരിപാടിയിലേക്ക് CPM-ന്റെ മണ്ണാർക്കാട് നഗരസഭയിലെ കൗൺസിലർമാരും അതുപോലെ തന്നെ മണ്ണാർക്കാട്ടെ CPM-ന്റെ നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അരുൺകുമാർ, ഓക്കെ. എന്തായാലും PK ശശിയുടെ നീക്കം എന്തിനാണ് എന്നുള്ളതിലാണ് എല്ലാവരുടെയും രാഷ്ട്രീയ കൗതുകം ഇപ്പോഴുള്ളത്. വെള്ള ഷട്ടൊക്കെ ഇട്ട് വന്ന് നിൽക്കുന്നു. ശ്രീകണ്ഠനാണെങ്കിൽ ആ വെള്ള ഷട്ടിനെ കുറിച്ച് പറയുകയും ചെയ്തു. കൊച്ചി പഴയ കൊച്ചിയല്ല, ബിലാല് പഴയ ബിലാലാണ് എന്നാണ് PK ശശി പറഞ്ഞത്. എന്താണ് അർത്ഥമെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കിക്കൊള്ളൂ.